കൊച്ചിയിൽ നിന്നും മെയ് 17-നാണ് ഞങ്ങളൊരു ഗ്രൂപ്പ് യൂറോപ്പ് പര്യടനത്തിനിറങ്ങുന്നത്. 32 പേരിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ 3 ജനറേഷനിൽ നിന്നായി 5 സ്ത്രീകൾ. രാവിലെ 8:40-നായിരുന്നു ഫ്ലൈറ്റ്. മസ്കറ്റാണ് സ്റ്റോപ്പ്. ആദ്യം പോകുന്നത് പാരീസിലേക്ക്, പിന്നെ ബ്രസൽസ്, ആംസ്റ്റർഡാം, ലക്സംബർഗ്, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് ഏരിയ, സ്വിറ്റ്സർലൻഡ്, പിന്നെ ഒരു ചെറിയ കൺട്രിയായ ലിക്റ്റൻസ്റ്റൈൻ്റെ ക്യാപിറ്റൽ വാൽസ്. ഇത്രയുമാണ് 9 ദിവസത്തെ ഷെഡ്യൂൾ. ഏകദേശം 11 മണിയോട് കൂടിയാണ് ഞങ്ങൾ മസ്കറ്റ് എയർപോർട്ടിൽ ചെല്ലുന്നത്. കായംകുളം മുതൽ കോഴിക്കോട് വരെയായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പ് ഏരിയ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ മസ്കറ്റ് എയർപോർട്ടിൽ വെച്ചാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത് തന്നെ. മസ്കറ്റിൽ 2.5 മണിക്കൂർ ലേ ഓവറിന് ശേഷം 6.5 മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു പാരീസ് ഇൻ്റർനാഷണൽ CDG എയർപോർട്ടിലേക്ക്. രാത്രി 9 മണിയോട് കൂടിയാണ് ഞങ്ങൾ ലാൻഡ് ചെയ്യുന്നത്. സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ചിട്ടില്ല. കൊച്ചിയിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ഗൈഡ് റിതുൽ കൂടെ ഉണ്ടായിരുന്നു. ബാഗേജ് കളക്ഷൻ, ഇമിഗ്രേഷൻ ചെക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി 11:30 മണി. ഞങ്ങളെ കാത്ത് ബസ് റെഡി. പാരീസിലെ ഞങ്ങളുടെ 2 ദിവസത്തെ അക്കോമഡേഷൻ ഹോട്ടൽ ഹിൽട്ടൺ ഇന്റർനാഷണലിലായിരുന്നു. നല്ലൊരു ഉറക്കവും ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കൂടി ആയപ്പോൾ എല്ലാവരും ഫുൾ ഓണായി. ഇതാണ് ഞങ്ങളുടെ സാരഥി മിസ്റ്റർ ജെയിംസ്, നെതർലൻഡ്സ്കാരനാണ്. പാരീസ് സിറ്റി ടൂറിന് മുൻപ് ഗൈഡിൻ്റെ ഒരു ചെറിയ ബ്രീഫിംഗ്.
ബ്ലോക്ക് കണ്ടപ്പോൾ മനസ്സിലായി സിറ്റി എത്തി. ആദ്യത്തെ വിസിറ്റ് ആർക്ക് ഡി ട്രയംഫ് മോണുമെന്റ്. നെപ്പോളിയന്റെ വിജയങ്ങളുടെ മെമ്മോറിയലായിട്ടാണ് ഈ മോണുമെന്റ് പണിതത്. 1885 പ്രശസ്ത ചിന്തകനും ഫ്രഞ്ച് ചിന്തകനും എഴുത്തുകാരനുമായിരുന്ന വിക്ടർ ഹ്യൂഗോ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെയാണ് പ്രദർശിപ്പിച്ചത് എന്നാണ് പറയുന്നത്. നാം സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോലെ ഫ്രാൻസിനകത്ത് 13 റീജിയൻ ആക്കിയിട്ട് തിരിച്ചിരിക്കുന്നത്. അതിൽ ഐൽ ഡെ ഫ്രാൻസ് എന്ന റീജിയനിലാണ് പാരീസ് വരുന്നത്. 2014 മുതൽ പാരീസിൻ്റെ മേയർ ഒരു വനിതയാണ്, മിസസ് ആൻ ഹിഡാൽഗോ. ആദ്യമായിട്ടാണ് പാരീസിന് ഒരു വനിതാ മേയർ ഉണ്ടാകുന്നതത്രേ. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ ബിൽഡിങ്ങുകൾക്കെല്ലാം ഒരേ കൺസ്ട്രക്ഷനാണ്, ഒരേ സ്ട്രക്ചറാണ് കാണുന്നത്. ഇതെല്ലാം 1850 ശേഷം ഒരു ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ പണിതതാണ്. ഇന്നും ഇതുപോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഗവൺമെൻറ് പ്രത്യേക ശ്രദ്ധ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി കുറച്ച് വഴിയോര കാഴ്ചകൾ. പാരീസിൻ്റെ ലാൻഡ്മാർക്കായിട്ടുള്ള ചില മോണുമെൻറ്റ്സ് ദൂരെ നിന്ന് കാണാം. ഫ്രാൻസിൻ്റെ നാഷണൽ ഹീറോയിൻ ജോൻ ഓഫ് ആർക്കിൻ്റെ സ്റ്റാച്യുവിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രാൻസിൻ്റെ പ്രൈഡ് എന്ന് പറയാവുന്ന ഒരു മ്യൂസിയമാണ് ലൂവർ മ്യൂസിയം. ഫ്രഞ്ച് പാർലമെൻറ്റിൻ്റെ ലോവർ അസംബ്ലി ചേംബറാണിത്. പാരീസിനെ സുന്ദരിയും സമ്പന്നയുമാക്കുന്ന റിവറാണ് സീൻ റിവർ. പരിക്കേറ്റ സോൾജിയേഴ്സിനെ ചികിത്സിക്കുന്നതിന് വേണ്ടി ലൂയി 14 1677 തുടങ്ങിയതാണിത്. ഇവിടെ ഒരുപാട് വാർ ഹീറോസ്, നെപ്പോളിയൻ ബോണപ്പാർട്ട് അടക്കം ഒരുപാട് വാർ ഹീറോസ് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഈ മിലിറ്ററി ട്രെയിനിങ് സെന്ററിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു 1784 എന്ന് പറയുന്നു. ഉണ്ടാക്കിയത് ആദ്യത്തെ ബ്രിഡ്ജ് ഇതാണ്. അതിൽ നടുക്ക് ഒരു സ്റ്റാച്ചു ഉണ്ടല്ലോ, ഹെൻറി ദ ഫോർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള രാജായുടെ സ്റ്റാച്ചു. ഹെൻറി ദ ഫോർത്ത് വാസ് ദി ഫൗണ്ടർ ഓഫ് ദ ബുർബോൺ ഡൈനസ്റ്റി ആൻഡ് ലൂയിസ് ദ 14th വന്നിട്ട് പുള്ളിയുടെ ഗ്രാൻഡ് സൺ. ഇത് നോത്രഡാം കത്തീഡ്രൽ 1345 ഗോതിക് ആർട്ട് ഫോമിൽ പണിതിട്ടുള്ളതാണ്. ഇതിപ്പോൾ റിനോവേഷനിലാണെന്ന് തോന്നുന്നു.
ഈ കോംപ്ലക്സിനെ വിളിക്കുന്നത് പ്ലേസ് വെൻഡോം. ലൂയി 1699 അദ്ദേഹത്തിൻ്റെ വാർ വിക്ടറിയുടെ മെമ്മോറിയലായിട്ട് പണിതതാണ്. സെൻറ്ററിലായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നത്ര. പിന്നീട് നെപ്പോളിയൻ അധികാരത്തിൽ വന്നപ്പോൾ ആ സ്റ്റാച്യു റീപ്ലേസ് ചെയ്ത് നെപ്പോളിയൻ്റെ തന്നെ സ്റ്റാച്യു വെച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീട് നെപ്പോളിയൻ്റെ കാലത്തിന് ശേഷം അത് വീണ്ടും തകർക്കപ്പെടുകയും റീപ്ലേസ് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എല്ലാ വസ്തുക്കളുടെയും ഫ്രജിലിറ്റി സൂചിപ്പിക്കുന്ന ഫ്രജൈൽ ട്രീ എന്ന ഒരു ഇൻസ്റ്റലേഷൻ ഞങ്ങൾക്ക് വഴിയരികിൽ കാണാൻ സാധിച്ചു. ഇവിടെ ഞങ്ങൾക്ക് ഒരു മോണിമെൻറ്റും അകത്ത് കയറി കാണാനുള്ള സമയം കിട്ടിയിട്ടില്ല. അതൊരു സങ്കടമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ലഞ്ചിന് ശേഷം ഈഫൽ ടവർ. ഇനി ഈഫൽ ടവർ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള നീണ്ട ക്യൂ ആണ് ആദ്യം തന്നെ കാണുന്നത്. ടവറിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ക്യൂ ആണിത്. ടവറിൻ്റെ പരിസരത്ത് നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ ചെറിയ ചെറിയ കച്ചവടങ്ങളും ആൾക്കാർ കൂട്ടം കൂടി ഇരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്കത് കാണാൻ സാധിക്കും. ലിഫ്റ്റ് വഴിയാണ് മുകളിലേക്ക് പോകുന്നത്. ഇതിന് 3 ലെവലുണ്ട്. ഫസ്റ്റ് ഫ്ലോറ്, ദെൻ സെക്കൻഡ് ഫ്ലോറ്, ദെൻ തേർഡ് ഫ്ലോർ. ഇത് ഈഫൽ ടവറിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ നിന്നുള്ള കാഴ്ചയാണ്. നോക്കിക്കോളൂ, നമ്മൾ നേരത്തെ കണ്ട മോണിമെൻറ്റ്സ് എല്ലാം ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമായി കാണാം. അതായത് പാരീസ് സിറ്റിയുടെ മനോഹരമായ ഒരു പനോരമിക് വ്യൂ ഈ ഈഫൽ ടവറിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും റെസ്റ്റോറൻറ്റും ക്യൂരിയോസ് ഷോപ്പുകളെല്ലാം ഉണ്ട്. ഇനി ഞങ്ങൾക്ക് സെയിൻ റിവർ ക്രൂസാണ്. ഗൈഡ് വടി പിടിച്ച് നിൽക്കുന്നുണ്ട് എല്ലാവരും കളക്ട് ചെയ്യാൻ. ഇലൂമിനേറ്റഡ് ഈഫൽ ടവർ കണ്ടോളൂ. ഇതിൻ്റെ പരിസരത്ത് ധാരാളം ആൾക്കാരുണ്ട്. അതുപോലെ മ്യൂസിക് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ശരിക്കും ആൾക്കാർ എൻജോയ് ചെയ്യുകയാണ് ഈ ഇലൂമിനേറ്റഡ് ഈഫൽ ടവറിന് താഴെ. ഫ്രഞ്ച് ജനതയുടെ സംസ്കാരത്തിൻ്റെയും ഐഡൻറ്റിറ്റിയുടെയും ഭാഗമാണ്
777 കിലോമീറ്റർ നീളമുള്ള സെയിൻ നദി. ഞങ്ങളിതാ സെയിൻ റിവറിലൂടെ ഒരു ബോട്ടിൽ ഏകദേശം 1 hour റൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അത് റിവറിൻ്റെ ഏകദേശം ഒരു 15 കിലോമീറ്റർ പാത്ത് വരുമെന്നാണ് പറയുന്നത്. സെയിൻ റിവറിൻ്റെ 2 സൈഡും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും പാരീസ് സിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ സെയിൻ റിവറിനെ ബേസ് ചെയ്ത്. രാവിലെ നാം കണ്ട പല മോണുമെൻറ്റ്സും ഇപ്പോൾ ബോട്ട് റൈഡിലൂടെ നമുക്ക് ഈ സെയിൻ റിവറിൻ്റെ 2 സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ആ ബിൽഡിങ്ങിലെ ക്ലോക്കിലെ സമയം നിങ്ങൾ ശ്രദ്ധിച്ചോ? 7:15. അതായത് യൂറോപ്പിൽ വളരെ സാവധാനമാണ് സൂര്യൻ അസ്തമിക്കുന്നത്. ഒരു 10 മണിയായാലും നല്ല ഇരുട്ടാവുകയാണ്. കണ്ടോളൂ, സൈഡിൽ നിറയെ ആൾക്കാർ വിശ്രമിക്കുന്നുണ്ടാവും. അവർ ചിലപ്പോൾ നമ്മളെ കണ്ടാൽ നമ്മളെ അഭിവാദ്യം ചെയ്യും, തിരിച്ച് നമ്മളും. ഇതൊന്ന് കണ്ടു നോക്കൂ, വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു ഫ്രഞ്ച് ബാലനായിട്ട് അല്പം കുശലം. എൻ്റെ നാട് വീട് എവിടേക്കെന്നാണ് അമ്മയോട് അവൻ ചോദിക്കുന്നത്. സെയിൻ റിവറിന് അക്രോസ് ആയിട്ടുള്ള ഒരുപാട് പാലങ്ങളും ഞങ്ങളിപ്പോൾ കണ്ടു. ഈ റിവർ ക്രൂസോട് കൂടിയിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ആക്ടിവിറ്റി എല്ലാം അവസാനിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പാരീസിൻ്റെ 1% പോലും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇനി അടുത്ത തവണയാവട്ടെ. അതുവരെ ബൈ ബൈ.